ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇത് എൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മ ഇവിടെ 2-3 ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടുത്തെ അമ്മ ഇവിടെ ഇല്ല. അമ്മ അമ്മാമ്മയുടെ അടുത്ത് പോയേക്കാണ്. അമ്മ വന്ന ദിവസം ഞങ്ങളിവിടെ ചപ്പാത്തിയാണ് ഉണ്ടാക്കാറ്. സനുമോൾ അപ്പം ഇന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ആളിതേ എഴുന്നേറ്റ് പോയി പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ ഇതേ മുറ്റമൊക്കെ അടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. സനുവാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ പോണല്ലേ. സനു പരുത്തും. പണ്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്നല്ലേ അമ്മ. അമ്മ കുഴയ്ക്കും, ചേച്ചി ഉണ്ടുരുട്ടും. അമ്മ കുഴയ്ക്കും, ചേച്ചി ഉണ്ടുരുട്ടും, ഞാൻ പരുത്തും. ആരെങ്കിലുമൊക്കെ ചൂടും അല്ലേ. അപ്പൊ ഞാൻ പോയി കറി ഉണ്ടാക്കട്ടെ. നമ്മുടെ ഇപ്പുറത്തെ റൂമിലെ അലമാര പണിതിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അത്ര ആയിട്ടുണ്ട്. ഒന്ന് ബാക്കി വന്ന് ചെയ്യും. കണ്ട അമ്മ വരുന്ന ദിവസം ഇവിടെ ചപ്പാത്തി ആയിരിക്കും എന്ന് പറഞ്ഞത് വേറെ ഒന്നും ഉണ്ടല്ല കേട്ടോ. അമ്മ നല്ല രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കി തരും. അപ്പം ഞാൻ വരുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറയും. അതാണ് കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ ബീഫ് വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോയതാണ്. ഉച്ചക്കലത്തേക്ക് ബീഫ് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണി വെക്കാമെന്നാണ് വിചാരിച്ചത്. അമ്മയ്ക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പിന്നെ ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ചായയൊക്കെ കുടിച്ചു. അപ്പോഴത്തേക്കും ഒരു 10 മണിയായിട്ടുണ്ടായിരുന്നു. ഷോപ്പിലൊക്കെ പോയി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാനുദേ അംഗനവാടി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ദേ അമ്മാമ്മയോടൊക്കെ പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ആളിതേ അമ്മാമ്മയുടെ അടുത്ത് പറയാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്തിനാ സാനി പോവ്? നോക്കട്ടെ. സനുമോളെ അംഗനവാടിയിൽ വിട്ടിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഭയങ്കര ചൂടായിരുന്നേ. അപ്പോഴാണ് ഞാൻ ഓർത്തത് കുറച്ച് ഐസ്ക്രീം ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. സ്ട്രോബെറിയുടെ ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. എനിക്ക് സത്യത്തിൽ സ്ട്രോബെറി ഇഷ്ടമല്ല, പക്ഷെ ചൂടായത് കൊണ്ട് അതൊന്നും നോക്കിയില്ല. വേഗം അതെടുത്ത് ഞാൻ കഴിച്ചു. അല്ലെങ്കിലും ഈ ചൂടുള്ള സമയത്ത് ഐസ്ക്രീമോ അതുപോലുള്ള തണുത്ത എന്തെങ്കിലും ഐറ്റംസ് കിട്ടുമ്പോഴുള്ളൊരു സുഖം ഉണ്ടല്ലോ. ഊഹ്, എൻ്റെ പൊന്നോ, ഒന്നും പറയണ്ട. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് കുരുമുളക് വെയിലത്ത് വെക്കാനുണ്ടായിരുന്നു. ഈ കുരുമുളക് കഴിഞ്ഞ ദിവസം ഞാൻ കയറി പറിച്ചതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യാവേ. ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇവിടത്തൊക്കെ പറിച്ചിട്ട് അപ്പുറത്തോട്ട് ചാരല്ലേ എടുക്കുന്നത്. ഇത് ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്നുണ്ട്. ഇതാട്ടോ നമ്മുടെ കുരുമുളക്. മുകളിലേക്ക് കുറേ ഉണ്ട്, പക്ഷെ പറിക്കാൻ ഒരു രക്ഷയില്ല. 2 എണ്ണം ഉണ്ടേ. കണ്ടോ, കൈ എത്താവുന്നതൊക്കെ ഇപ്പോൾ പറിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് ഉണക്കാൻ വേണ്ടി വെക്കാണ്. മുകളിൽ പോകാനായിട്ട് ഭയങ്കര മടിയായതുകൊണ്ട് ഇതാ ഇവിടെ കുറച്ച് സ്ഥലത്ത് വെയിലുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി വെക്കാമെന്നങ്ങ് കരുതി ഇത് ഞാൻ കൊണ്ടുപോയി വെക്കുകയാണേ. പിന്നെ അത് മാത്രമല്ല, 2-3 ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മഴ ചാറുന്നുണ്ട്. അപ്പം എങ്ങാനും പെട്ടെന്ന് മഴ പെയ്താൽ നമുക്ക് മുകളിൽ പോയി എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് അത് നനയില്ലേ. അതിലും ഇത് ഇവിടെ തന്നെ വെക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ കൊണ്ടുപോയി വെച്ചിട്ട് വന്നു. പിന്നെ നമ്മൾ ഉച്ചയായപ്പോഴത്തേനും വന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. ബിരിയാണി ഞാൻ ടൂട്ടി ഫ്രൂട്ടി ഇടാറുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും സമയം 1 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ശിവുവിന് ഞാൻ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അവള് കഴിച്ചിട്ട് സൂപ്പറാന്നൊക്കെ പറയുവാണേ. അവള് കഴിച്ചുകൊണ്ടിരിക്കാതെ ദേ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആൾക്ക് കൊണ്ടുപോയി കൊടുത്തു. ശിവു അപ്പൊ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ്റെ അടുത്ത് ദേ വാരിത്താന്നൊക്കെ പറയാണ്. ബിരിയാണി അല്ല കേട്ടോ, അവൾക്ക് ബീഫ് മാത്രം മതി എന്നാ പറയുന്നത്. ആൾക്ക് ചോറ് ബിരിയാണിയൊക്കെ തിന്നാനായിട്ട് ഭയങ്കര മടിയാണ്. അതിന്റെ കറി മാത്രം ആൾക്ക് ഇഷ്ടമാണ്, മീനും ഇറച്ചിയൊക്കെ. അത് മാത്രം മതി എന്നാട്ടോ അതേ അച്ഛനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് ഉറങ്ങാൻ വേണ്ടി മുകളിലേക്ക് പോന്നു കേട്ടോ. സനു ഇല്ലാത്തതുകൊണ്ട് തന്നെ ശിവു പെട്ടെന്ന് തന്നെ ഉറങ്ങാറുണ്ട്. ചേച്ചിയും കൂടി ഉള്ളപ്പോൾ രണ്ടുപേരും കൂടി കളിയാണേ, ഉറങ്ങാൻ വിളിച്ചാലൊന്നും വരത്തില്ല. ഇതിപ്പോ ദേ അച്ഛന്റെ മേത്ത് കിടന്ന് ഉറങ്ങാൻ പോവാണ് ആള്. പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയില്ല, ആൾ ഉറങ്ങിയില്ല കേട്ടോ. പിന്നെ ഒരു 3:30 ആയപ്പോഴത്തേക്കും ഞാൻ പോയി സനുവിനെ കൊണ്ടുവന്നു. അപ്പൊ അവളെ കൊണ്ടുവന്ന വഴിക്ക് തന്നെ ഞാൻ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. ചായക്ക് എന്തെങ്കിലും വാങ്ങിക്കാന്ന് കരുതിയിട്ട് പോയതാണ്, അമ്മയും കൂടി ഉള്ളതല്ലേ. അപ്പൊ അവിടെ ചെന്നപ്പോ ബലൂൺ അവിടുത്തെ ഷോപ്പിൽ കിടക്കണം. ഇപ്പൊ സനുവിന് അത് വേണമെന്ന് പറഞ്ഞ് വാശിയായി. കുറെ നാളായി ബലൂൺ വാങ്ങിച്ചു കൊടുത്തിട്ട്, അങ്ങനെ കൊടുക്കാറില്ല. അപ്പൊ പിന്നെ ചോദിച്ചില്ല എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ വാങ്ങി കൊടുത്തു. അപ്പൊ വന്ന പാടെ തന്നെ ശിവുവിന് ഒരെണ്ണം കൊണ്ട് കൊടുത്തു. അപ്പൊ സനുവിന്റെ പാച്ചരം ഒന്ന് അംഗനവാടിയിൽ വെച്ച് അഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവളത് ബാഗിലിട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇത് ഇട്ടൊക്കെ കൊടുക്കാണ്. പത്തിരിയും മുട്ടപ്പപ്സും ഒക്കെയാണ് വാങ്ങിച്ചിരുന്നത്. അപ്പോഴത്തേക്കും ചേട്ടൻ ദേ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ ഓട്ടം പോയി. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ദേ ഫ്രണ്ടിലൊക്കെ വന്നിരുന്ന് കളിച്ചു. പിന്നെ ദേ ഞങ്ങൾ ചെടിയൊക്കെ നനയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ നനയ്ക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ശിവമോൾ ഓടി വന്നത് പൈപ്പിനൊക്കെ പിടിച്ചോണ്ട് നിൽക്കാണ്. സാനു അപ്പൊ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതെ, ആളിപ്പോഴാണ് കണ്ടത്. അപ്പൊ ദേ വേഗം വന്ന് പിന്നെ രണ്ടുപേരും കൂടി പിടിച്ചായി നനയ്ക്കല്. ശിവു ഉച്ചയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ട് ഇതേ സന്ധ്യ ആയപ്പോൾ കിടന്ന് നല്ല ഉറക്കമാണ്. സമയം ഒരു 6:15 ആയിട്ടുണ്ട്. കുറച്ച് നേരമായി ഉറങ്ങണേ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റായിരുന്നു. വീണ്ടും ഇതേ ആൾ നല്ലതായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, എഴുന്നേക്കണില്ല. ഉറക്കത്തിലേക്ക് എന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ രാത്രിയിലത്തെ അവസ്ഥ എന്താകുമെന്നറിയില്ല. പിന്നെന്താ, സൈത്തേട്ടൻ വീണ്ടും ഓട്ടം പോയി. ഇന്ന് നൈറ്റാണ്. അതിനെയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വൈൻഡപ്പ് സനു ആണ് പറയുന്നത്. പറ. എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടാ. ഇഷ്ടപ്പെട്ട മറക്കണം. ബൈ ബൈ, സീ യു. ഹായ്. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ്. പിന്നെന്താ, ശാന്തമ്മ നാളെ പോകും. അപ്പം അമ്മ ഉള്ളൊരു ദിവസം എന്തായാലും ഒരു വ്ളോഗ് ചെയ്യണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇന്ന് തന്നെ എടുത്തത്. അത് കൊള്ളൂല ഇല്ല. അപ്പൊ ശരി കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ. ബൈ ബൈ.